ഹായ് എവരിവൺ, വേദഗണിതം വേദിക് മാത്സിൻ്റെ 41-ാം അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഈ ഒരു അധ്യായത്തിൽ നമ്മൾ പറയാൻ പോകുന്നത് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 14 ആണ്. ഒരു നമ്പറിനെ 14 കൊണ്ടോ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡ്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് 14 ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് 2ഉം 7ഉം ആണ്. ഇപ്പോൾ ഒരു നമ്പർ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 2 ആൻഡ് 7 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ നമ്പർ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 14 ആണെന്ന് പറയാം. ഇപ്പോൾ 2ൻ്റെയും 7ൻ്റെയും ഡിവിസിബിലിറ്റി റൂൾ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. അത് തന്നെയാണ് ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ 2ൻ്റെ ചെയ്യാൻ സിമ്പിളാണ്. എന്ത് ചെയ്താൽ മതി, ഇവിടെ എഴുതിയിരിക്കുന്ന എക്സാമ്പിൾ യൂണിറ്റ് പ്ലേസ് നോക്കുക. യൂണിറ്റ് പ്ലേസോ ഈവൺ നമ്പർ ആണെങ്കിൽ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ. അപ്പോൾ 2 സാറ്റിസ്ഫൈ ചെയ്തു അല്ലേ. ഇവിടെയാണെങ്കിലും യൂണിറ്റ് പ്ലേസ് 6 ആണ്, അതുകൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 2 ആയിരിക്കും. ഇപ്പോൾ രണ്ടിലും എന്താണ്, 2 കൊണ്ടുള്ള ഡിവിസിബിലിറ്റി സാറ്റിസ്ഫൈ. ഇനി 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. അപ്പോൾ 7ൻ്റെ റൂള് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ABC ആണെങ്കിൽ AB മൈനസ് 2 ഡബിൾ ഓഫ് ദി യൂണിറ്റ് പ്ലേസ്. അത് തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. 15 മൈനസ് 2 ഇൻറ്റു 4. ഓക്കെ, ഇപ്പോൾ 15 മൈനസ് 2 ഇൻറ്റു 4 എന്ന് പറയുന്നത് 15 മൈനസ് 8 ആണ്. 15 മൈനസ് 8 7 കിട്ടും. നമുക്കറിയാം 7 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 7 ആണ്. അതുകൊണ്ട് തന്നെ 154ഉം എന്ത് തന്നെയായിരിക്കും, കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 7 ആയിരിക്കും. ഇപ്പോൾ 154 2 കൊണ്ടും 7 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 14 ആണെന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഈ ഒരു 14 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നൊരു ഫോർമാറ്റ്. ഇപ്പോൾ ഇവിടെ 1526 ആണ് അടുത്ത നമ്പർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു 2 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്, കാരണം യൂണിറ്റ് പ്ലേസും 6 ഈവൺ നമ്പറാണ്. ഇനി 7 കൊണ്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയണം. അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്താണ്, 152 മൈനസ് ഡബിൾ ഓഫ് ദി യൂണിറ്റ് പ്ലേസ്. ഇപ്പോൾ 152 മൈനസ് 12 ആണ്. സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 140 ആണ്. നമുക്കറിയാം 140 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 7 ആണ്. ഇപ്പോൾ 140 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 7 ആയതുകൊണ്ട് അല്ലേ, കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 7 ആയതുകൊണ്ട് ഈ നമ്പർ എന്തായിരിക്കും, കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 7 ആയിരിക്കും. ഇപ്പോൾ നമ്പർ 2 കൊണ്ടും 7 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാം, നമ്പർ ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 14 ആണെന്ന് പറയാം. ഇപ്പോൾ ഒരു നമ്പർ 14 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് 2 കൊണ്ടും 7 കൊണ്ടും കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അതാണ് 14ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു ട്രിക്കുമായിട്ട് വരുന്നത് വരെ ബൈ.